ഇടയ്ക്കൊക്കെ ബിരിയാണി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നുന്ന സമയത്ത് ഓടിക്കേറി വരാറുള്ളത് ഇവിടേക്കാണ് കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം റോയൽ ട്രീറ്റ് ആണ്. ചെറിയൊരു പനിക്കോളുണ്ട്, പക്ഷെ വന്ന് പെട്ടതോ ദേ എസിയുടെ മുമ്പിലും. വല്ലാത്തൊരു കഷ്ടമായി പോയി. കറക്റ്റ് എസിയുടെ മുമ്പിൽ തന്നെ വന്ന് പെട്ടു. പെട്ടെന്ന് ബിരിയാണി കഴിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചാലോ, ഈ ബിരിയാണി വരെ ഇത്തിരി താമസമാണ്. എനിക്കാണെങ്കിൽ ഈ എസിയുടെ തണുപ്പാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ ചുറ്റും നിറയെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെയും കൂടി കംഫർട്ട് നോക്കണല്ലോ. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ബിരിയാണി എത്തിയിട്ടോ. എന്താ ഒരു മണം. സാധാരണയായിട്ട് സവാളയൊക്കെ ഇട്ടിട്ടുള്ളൊരു സാലഡും അതുപോലെ അച്ചാറും, ആ അച്ചാറത്തെ ഇൻഗ്രീഡിയൻസ് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പലതരം വെജിറ്റബിൾസ് കൊണ്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ ഇത്. അതില് മാങ്ങ ഉണ്ടെന്ന് അറിയാം, നാരങ്ങ ഉണ്ടെന്ന് അറിയാം, വേറൊരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ. കഴിച്ചിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യോ അത് എന്താന്നുള്ളത്. അതുപോലെ ഒരു തേങ്ങ കൊണ്ടുള്ള ചമ്മന്തി ഉണ്ട്. ഇതിപ്പോ ആദ്യമായിട്ടാണ് ഈ ഒരു ചമ്മന്തി കൂട്ടി ബിരിയാണി കഴിക്കുന്നത്. എനിവേ, ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷത്തിന്റെ വലിയൊരു ഘടകമാണല്ലോ. മെന്റലി ഫിസിക്കലി നമ്മൾ ഭയങ്കര വീക്ക് ആയിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു ബിരിയാണി കഴിച്ചാൽ കിട്ടുന്ന ഒരു റിഫ്രഷ്മെന്റ് ഉണ്ടല്ലോ. പിന്നെ ഇത് എന്ത് കിട്ടിയാലും എന്റെ വായിലും കൊണ്ടുവന്ന് തരുന്ന സോനു ഒരു ഐസ്ക്രീം കിട്ടിയപ്പോൾ ഞാനൊരു പീസ് കഴിച്ചിട്ടേ കഴിക്കൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഐസ്ക്രീമോട് കൂടി ഈ കലാപരിപാടി അവസാനിച്ചു.